പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ്റെ രണ്ടാം ഘട്ട പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ട് രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോഴുള്ള നല്ല പ്രതികരണങ്ങളാണുള്ളത്. വലിയ തോതിലുള്ള ജനപിന്തുണയുടെ സമാഹരണം ഈ രണ്ട് പ്രചരണ പരിപാടികളിലൂടെ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ മുഖ്യ ചർച്ചാ വിഷയമാക്കി മാറ്റാനും ഈ പ്രചരണ പരിപാടി സഹായിച്ചു. ഇപ്പോൾ വിദ്യാർത്ഥികളെയൊക്കെ കണ്ടു, അവർ പങ്കുവെക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അക്കാഡമിക് പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിൽ പഠിച്ച് മികവ് കാണിക്കുന്ന കുട്ടിക്ക് ജോലി കിട്ടുമെന്നുള്ള ഉറപ്പില്ലാത്തൊരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ അതിന് സഹായകരമായ പോളിസികൾ ഉണ്ടാവണം. ആ പോളിസികളുടെ അഭാവം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഒരു പരിമിതിയാണ്. അവർ യുവാക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ പോയ ഒരു ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായിട്ടും അതിലുള്ള ഒരു പ്രതിഷേധം, അവരുടെ ജീവിതത്തിനെക്കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം പ്രകടമാവുന്ന ഒരു സന്ദർഭമായിരുന്നു. തീർച്ചയായിട്ടും അത് പാർലമെൻറ്റിൽ ഉയർത്തി അവരെ സഹായിക്കും എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ ഇപ്പോൾ വിശദീകരിച്ചത്. സഖാവേ, അതായത് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ റോഡ് ഷോയെക്കുറിച്ച് സഖാവ് ഇന്നലെ തന്നെ പ്രതികരിച്ചു. ഇന്നലെ ആ റോഡ് ഷോയിൽക്കിടെ ഒരു വിവാദം ഉയർന്നിട്ടുണ്ട്. അതായത് മലപ്പുറത്തെ സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥിയായ അബ്ദുൽ സലാമിനെ അവിടെ ആ റോഡ് ഷോയിൽ നിന്ന് ഒഴിവാക്കിയ ഒരു സംഭവം അതിപ്പോൾ കേരളം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മലപ്പുറത്തെ സ്ഥാനാർത്ഥി ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരു റോഡ് ഷോ എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ തന്നെ ഏതെല്ലാം നിയോജകമണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥികൾ അവിടെ നിൽക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. അത് പിന്നെ അദ്ദേഹത്തിന് അതിൽ പങ്കെടുപ്പിക്കാതിരുന്നത് യദൃശ്യ സംഭവിച്ച ഒന്നാണ് എന്ന് കരുതാനാവില്ല. അദ്ദേഹം തന്നെ പറഞ്ഞത് 4 മണിക്കൂർ എനിക്ക് വെയിലത്ത് നിൽക്കേണ്ടി വന്നു എന്നാണ്. വളരെ ഖേദകരമാണ്. അത് ഒരു ശരിയായ ട്രീറ്റ്മെൻ്റ് അല്ല, ശരിയായ സമീപനമല്ല. ഒരു സ്ഥാനാർത്ഥിയോട് കാണിച്ച അവഗണനയായിട്ടേ നമുക്കതിനെ കാണാൻ കഴിയും. ഇത് പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായ നിവേദിത സുബ്രഹ്മണ്യത്തെ വണ്ടിയിൽ കയറ്റുന്നു, അല്ലെങ്കിൽ വാഹനത്തിൽ കയറ്റി റോഡ് ഷോ നടത്തുന്നു, അബ്ദുൽ സലാമിനെ മാത്രം മാറ്റി നിർത്തുന്നു. വളരെ ഒരിക്കലും അസ്വാഭാവികമായി സംഭവിച്ചതല്ല. അത് ബോധപൂർവം സംഭവിച്ച ഒന്നാണത്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. തീർച്ചയായും കേരളം തന്നെ ഞെട്ടലോട് കൂടി കണ്ടൊരു കാര്യം അത് BJPയെ തിരിച്ചറിയാൻ സഹായിച്ച ഘടകങ്ങളൊന്നും കൂടിയാണ്. ഏതായാലും വലിയൊരു ആത്മവിശ്വാസത്തിലാണ് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയായ A. വിജയരാഘവൻ. ഇതിനോടകം തന്നെ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മുതലാണ് മൂന്നാം ഘട്ട പര്യടനം തുടങ്ങുക. നിലവിൽ ഇപ്പോൾ ഇന്ന് ഈ രണ്ടാം ഘട്ടം അവസാനിക്കുന്ന ദിവസം കോങ്ങാട് മണ്ഡലത്തിലൂടെയാണ് A. വിജയരാഘവൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.